ഹായ് വെൽക്കം ടു ജിതിൻ ബ്ലെയർ. ആറ്റിൽ വെള്ളം പൊങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വള്ളിച്ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വള്ളിച്ചൂണ്ട പഴയ ഒരു വള്ളിച്ചൂണ്ട ഇരിപ്പുണ്ട്, പക്ഷേ അതിൻ്റെ കൊളുത്തെല്ലാം അതിൻ്റെ മുനയെല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ചൂണ്ട മാറ്റി പുതിയ ചൂണ്ട കയറ്റാം, എന്നിട്ട് നമുക്ക് വള്ളിച്ചൂണ്ട ഇടാം. അപ്പം തീറ്റയായിട്ട് ഞാൻ വിചാരിക്കുന്നത് പൂഞ്ഞാനെ പിടിച്ചിട്ട് കോർത്തിടാനാണ് എൻ്റെ പ്ലാൻ. ചൂണ്ട സെറ്റ് ചെയ്യാം. ആദ്യമേ നമുക്ക് പഴയ ചൂണ്ടയെല്ലാം കളയാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ പഴയ ചൂണ്ട, പക്ഷേ ഇതിൻ്റെ മുനയൊക്കെ പോയിരിക്കുകയാണ്. തീറ്റ കൊടുത്താലും മീൻ ഹുക്കപ്പ് ചെയ്യാൻ പാടാം. അപ്പോൾ അതിന് വരെ നമുക്ക് ചൂണ്ട കെട്ടി ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചൂണ്ട നമുക്ക് ഇവിടുത്തെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് കണ്ടിച്ച് കളഞ്ഞിട്ട് പുതിയ ചൂണ്ട സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇടുന്നതായിരിക്കും. മാറ്റി വെക്കാം. കിട്ടുന്നത് വളരെ സിമ്പിളാണ്. എടുക്കുക, ഇങ്ങനെ കെട്ടുക, ഇതിൻ്റെ അറ്റത്തൊരു കെട്ട് കെട്ടുക, ഒരു കെട്ട് കൊണ്ട് കെട്ടുക. ഇങ്ങനെ വാള വെട്ടിയെങ്കിൽ പോകാതിരിക്കാനാണ് ഒരു കെട്ട് കൊണ്ട് ഇടുന്നത്. എടുക്കുക, ഒരു വലിക്കുമ്പോൾ ഇത് ടൈറ്റ് ആയിക്കോളും. ഉണ്ടോ, ഇങ്ങനെ ടൈറ്റ് വന്നോളൂ. ഇങ്ങനെ ചൂണ്ട കടന്നു. ഇതുപോലെ ഒരു 6 നമ്മൾ ഇവിടുത്തെ സെറ്റ് ചെയ്യാൻ പോവാണ്. 6 സെറ്റ് ചെയ്തിട്ട് ഇടുന്നത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം ഈ ഓല എടുക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂണ്ട ചുറ്റി വെക്കാൻ വേണ്ടിയാണ്. നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് പോകാൻ നേരത്ത് ചൂണ്ട ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഉടക്കാതെ കിട്ടും. അപ്പം അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. ചൂണ്ട ഇങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ എളുപ്പം കിട്ടും. ചൂണ്ട നമുക്ക് ഇങ്ങനെ ചുറ്റി വെക്കാം, എളുപ്പം കിട്ടും. അപ്പം നമ്മൾ ചൂണ്ട ചുറ്റി വെക്കാൻ പോവാണ്. ചൂണ്ട എടുക്കുന്നു, ഇതിനെ കെട്ടി വെക്കാനുള്ള വള്ളിയാണ്. അപ്പം ചൂണ്ട എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ട എവിടെ ഉടക്ക് കൂടാതെ ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ചൂണ്ട ഇങ്ങനെ കിട്ടുമ്പോൾ ചൂണ്ട ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കോർത്ത് വെക്കുക. മടലെ തന്നെ കോർത്ത് വെക്കാം, അപ്പോൾ എളുപ്പം കിട്ടും. നമ്മൾ എവിടെയും ചെല്ലുമ്പോൾ തീറ്റ കോർത്ത് അങ്ങ് ഇട്ടാൽ മതി. ഇതാണ് മടൽ കൊണ്ട് നമുക്കൊരു പ്രയോജനം കിട്ടുന്നത്. നമ്മൾ 2 വള്ളിച്ചൂണ്ടയാണ് ഇടാൻ പോകുന്നത്. ഒന്നിൽ കോഴിക്കുടലും ഒന്നിൽ പൂഞ്ഞാനും. അപ്പോൾ 2 തീറ്റയായിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 സെറ്റ് ചെയ്തു. മീൻ കാണുന്നുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് ഇത് 2 ഇടാനാണ് പ്ലാൻ. അപ്പം കൊഞ്ഞി ഇടുന്നത് നിങ്ങളെ കാണിക്കാം. നമ്മൾ ചൂണ്ടിടാൻ പോവാണ്, വള്ളിച്ചൂണ്ടയാണ്. അപ്പം ഇത് വെയിറ്റ് ഏറ്റവും അറ്റത്ത് തൂങ്ങിക്കിടക്കാൻ വേണ്ടിയാണ്. നമ്മൾ ചൂണ്ട അവിടെ കെട്ടിയിട്ടു. നമ്മൾ വെയിറ്റ് എറിയാൻ പോവാണ്. വെയിറ്റാണ്, അപ്പം ദൂരേക്ക് നമ്മൾ ഇപ്പം തോട്ടിൽ ഇച്ചിരി അകത്തിടാം. കുറച്ച് കഴിഞ്ഞ് നമുക്ക് പോയി നോക്കാം. ടാർഗറ്റ് ചെയ്യുന്നത് മഞ്ഞക്കൂരി, വാള, കുറുവ. ഇതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കൈ കഴുകിയിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. കുറച്ച് കഴിയുമ്പോൾ പൊക്കി നോക്കുന്നതായിരിക്കും. നോക്കാം. കൂരിയുണ്ട്. ഒന്നേ ഉള്ളൂ. ഇല്ല. ഒരു കൂരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസാണ്. എന്തോ മഞ്ഞക്കൂരിയാണ് നമുക്ക് കിട്ടിയ. അപ്പം നമുക്കൊരു
മഞ്ഞക്കൂരി കിട്ടിയേക്കുവാണ്. പക്ഷേ ഈ വള്ളിച്ചൂണ്ടയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂരി തീറ്റ മിഴുങ്ങിയേക്കാണ്. അപ്പോൾ നമുക്ക് കൊളുത്തെടുക്കണം. കൊളുത്തെടുക്കാനുള്ള ഒരു അടിപൊളി ഡിവൈസ് ഉണ്ട്. ഇതാണ് സാധനം. അപ്പം നമുക്ക് കൂരി പിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതുണ്ടോ, ഈ 2 മുള്ള് ശരിക്കും അപകടമാണ്. കയ്യെ കുത്തി കയറാൻ ചാൻസ് ഉണ്ട്. പിടിക്കുമ്പോൾ ആ കൊമ്പിൻ്റെ നേരെ താഴെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് കൊളുത്ത് എവിടെയാണ് നോക്കുക. കൊളുത്തിൻ്റെ നേരെ അതോർക്കട. യെസ്, ഇങ്ങനെയാണ് കൊളുത്തെടുക്കുന്നത്. അപ്പം ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം. മഞ്ഞക്കുരി അത്യാവശ്യം ഒരു ആവറേജ് സൈസ് മഞ്ഞക്കുരിയാണ്. ഡിവൈസും അടിപൊളി സാധനമാണ്. അതെടുത്ത് വിടുക. അവിടെ 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 കുറച്ച് പൂഞ്ഞാനോടെ കിട്ടുക. വരാൽ കിട്ടിയാലോ. നമ്മൾ വരാലിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. നല്ല പൂഞ്ഞാനെ കോർത്താണ് നമ്മൾ ഇടാൻ പോകുന്നത്. ജീവനോട് കിടക്കൂ. പൂഞ്ഞാൻ പോയിരിക്കുകയാണ് ഗൈസ്. കിട്ടുമെന്ന് അറിയത്തില്ല, നോക്കാൻ വേണ്ടി. പൂഞ്ഞാൻ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. നടക്കും. പൂർണ്ണ ഇട്ടിരിക്കുകയാണ്. വാള അടിക്കാൻ ചാൻസ് ഉണ്ട്. വാളയല്ല,
മറ്റേ വലിയ ഊഞ്ഞാനെ കൊടുക്കാം. അതങ്ങനെയാടാ, മീൻപിടുത്തത്തിൽ നനയും. വരാലുണ്ട്, കിട്ടാ ലോട്ടറി. അത് വരാല് അടിക്കും, മിക്ക പൂഞ്ഞൻ ജീവനോടെ അല്ലേ കോർത്തിടുന്നത്. വരാല് വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ കോഴിക്കോടിൽ കോർത്ത വള്ളിച്ചൂണ്ട എടുക്കാൻ പോവാണ്, നോക്കാൻ പോവാം മീനുണ്ടോ ഇല്ലെന്ന് നോക്കാം. ഒരു വീതിയുണ്ട്. ഒരു പിടുത്തം ഓ പരലും മറ്റേ കോഴിക്കോടിലും കുറച്ചിട്ട പിടുത്തം നോക്കിയത്. എന്താട്ടത്? കോഴിക്കോടല്. ഒരു ചെറിയ കൂരി കിട്ടി, കുഴപ്പമില്ല. വീണ്ടും ട്രൈ ചെയ്യുന്നതായിരിക്കും. എല്ലാത്തിലും ഓരോന്ന് വെച്ചാണല്ലോ കിട്ടുന്നത്. നമുക്ക് സ്ഥലം മാറാം, ഇത് മുടക്കി വെക്കാം. ഇത് മാറ്റിക്കടാ. രണ്ടാമത്തെ ചൂണ്ട നോക്കാൻ പോകണം. ആദ്യത്തെ ചൂണ്ടയിൽ ഒരു മഞ്ഞക്കൂരേ കിട്ടിയുള്ളൂ. അല്ലേ? പിടുത്തം വരും. നൈസ്. അത് കുഴപ്പമില്ലടാ.